ശ്രീനാരായണ ഗുരു രചിച്ച ദർശനമാല. ശ്ലോകം 2. വാസനാമയമേവാദൗ ആസീദിദമഥ പ്രഭുഃ അസൃജന്മായയാ സ്വസ്യ മായാവീവാഖിലം ജഗത്. ആദിയിൽ ഈ ദൃശ്യപ്രപഞ്ചം വാസനാമയമായിട്ട് തന്നെ ഇരുന്നു. പിന്നീട് സൃഷ്ടികാലത്തിൽ ഈശ്വരൻ തൻ്റെ മിഥ്യാരൂപയായ ശക്തി കൊണ്ട് മായാവി, ഇന്ദ്രജാലക്കാരൻ എന്ന പോലെ സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു. സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് പ്രപഞ്ചം കേവലം സംസ്കാര രൂപേണ ഇരുന്നിരുന്നു. വാസനയുടെ പ്രവൃത്തിയാണ് മുൻ ശ്ലോകത്തിൽ പറയപ്പെട്ട സങ്കല്പം. സൃഷ്ടികാലത്തിൽ ഈശ്വരൻ തൻ്റെ മിഥ്യാരൂപയായ ശക്തി കൊണ്ട് സർവപ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്നു. അതെങ്ങനെയെന്നാൽ ഇന്ദ്രജാലക്കാരൻ ഒരുവൻ മാത്രം ഇരുന്നു കൊണ്ട് ഇല്ലാത്ത വസ്തുക്കളെ ഉള്ളതുപോലെ ഉണ്ടാക്കി കാണിക്കുന്നത് പോലെയാകുന്നു. ജാലക്കാരനിൽ നിന്ന് അന്യമായി ജാലപദാർത്ഥങ്ങളൊന്നും തന്നെ ഇല്ല. വാസ്തവത്തിൽ പദാർത്ഥങ്ങളൊന്നുമില്ലാത്ത ഒരു വാസനാശക്തി മാത്രമാണ് ജാലക്കാരനിലുള്ളത്. അതുപോലെ തന്നെ ഈശ്വരനിൽ നിന്ന് അന്യമായി യാതൊരു പ്രപഞ്ചവുമില്ല. ഒന്നുമില്ലാത്ത ഒരു മായാശക്തി മാത്രമാണ് നിർവിശേഷനായ ഈശ്വരനിൽ വാസനാരൂപേണ ഇരിക്കുന്നത്. മായാവിയുടെ ദൃഷ്ടാന്തം കൊണ്ട് ജഗത്ത് കേവലം മിഥ്യയെന്ന് കാണിക്കപ്പെട്ടു. അഥവാ ആ ശക്തി തന്നെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു.